അപ്പം മകേഷ് ഇല്ലേ രാജ് മകേഷ് എന്ന് പറയുന്നത് രാജ് അപ്പം നമ്മൾ ഈ ആനനെ നമ്മളെ ഏൽപ്പിക്കണം അല്ലേ? ആനേനെ ഏൽപ്പിക്കുകയാണ്. സാധാരണ ആൾക്കാർ അങ്ങോട്ട് അടികൂടി ഇങ്ങോട്ട് അടികൂടി ആനേനെ അവർ കെട്ടിപ്പോയി ഇവർ കെട്ടിപ്പോയി ഇങ്ങനത്തെ വാർത്തകളൊക്കെ അല്ലേ കേൾക്കണേ. നമ്മളിങ്ങനെ സൗഹൃദമായിട്ടും ആനയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. നമ്മൾ പുതിയതായിട്ട് ഈ ആനയ്ക്ക് നിന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ സ്വഭാവങ്ങൾ എന്താണെന്നൊക്കെ രാഷ്ട്രീയ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. അപ്പോൾ ആന വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ ചട്ടാക്കി എടുക്കാൻ പറ്റൂലേ? ഞാൻ രാഷ്ട്രീയൻ്റെ കൂടെ നടന്ന് നല്ല ആക്കി എടുക്കാൻ പറ്റൂലേ? അപ്പോൾ നമുക്ക് അങ്ങനെ അതല്ലേ നല്ലത്. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ രാഷ്ട്രീയൻ്റെ കൂടെ വരാം. എപ്പോഴും ഈ അടിച്ച് പൊളിക്കുകയാണ്. അടിച്ച് ഇവർ കുറേ ആൾക്കാരുകൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. ആനകളെ ഇടിച്ച് പൊളിച്ച് തവിടുപൊടി അയക്കുകയല്ലേ? പരിധി വരെയൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളങ്ങനത്തെ ഒരു കാറ്റഗറിയിലല്ല. അല്ല, എല്ലാവരും മനസ്സിൽ വിചാരം അങ്ങനെയാണ്. അങ്ങനെ സൗഹൃദമായിട്ട് ഒട്ടുമിക്ക ആനയാണെങ്കിലും നമ്മൾ രാഷ്ട്രീയനായാലും സജ്ജിയാണ് ആന ആക്കിയത്, ശരിയല്ലേ? ഞാൻ വന്നപ്പോൾ എനിക്ക് ആക്കി എന്നിട്ട് ആനയുടെ സ്വഭാവങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആനയ്ക്കും ബുദ്ധിമുട്ടില്ല. രാഴ്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ഭക്ഷണക്രമങ്ങൾ, കാര്യങ്ങൾ, മരുന്നുകൾ, സാധനങ്ങളെല്ലാം രാഴ്ച എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞു തരുവാണ്. അപ്പോൾ എനിക്ക് ഇനി അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി, അല്ലേ? ഇതല്ലേ നല്ലത്. അപ്പോൾ ആനക്കാർ പഴയ ആൾക്കാർ തമ്മിൽ ആന കെട്ടണ സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഒരാളുടെ അടുത്തത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹരിചാട്ടിന് കൈമാറി വന്ന കാരണം കൊണ്ടാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. നമുക്കൊരാനയും കൂടി ഉണ്ടെങ്കിൽ ഞാൻ വരില്ല. ഒരാഴ്ച തന്നെയാണ് അതിൻ്റെ ആനക്കാരൻ. പക്ഷെ അറിയാലോ. അപ്പോൾ വേറൊരു പണിയുടെ കാര്യം കൂടി നമ്മൾ ശരിയാക്കി തരും. ഈ ആനയിൽ നിന്ന് അടുത്ത ആനയമ്മയ്ക്കാണ് ഒരാഴ്ച പോകാൻ പോകുന്നത് കേട്ടോ. എന്തായാലും എനിക്കും പണി ഉണ്ടാവണം, നിനക്കും പണി ഉണ്ടാവണം, നമ്മുടെ കൂടെ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ആയിക്കോട്ടെ, ഓക്കെ, ശരി. കഴുകി മണ്ണ കറക്കി സെറ്റപ്പാക്കാൻ പറ്റും. എന്തോ വെള്ളം കുടിക്കാനാണോ നീ? മതി